പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, നിങ്ങളുടെ ഭവനത്തിലെ തുറന്ന ഒരു പാഠപുസ്തകമാണ് നിങ്ങൾ കുട്ടികൾ. മാതാപിതാക്കന്മാർ എപ്രകാരമാണ് ജീവിക്കുന്നത് എന്ന് കുട്ടികള് എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയും സ്നേഹവും സൗഹൃദവും പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബാന്തരീക്ഷമാണ് എങ്കിൽ കുട്ടികൾ ആ വിധത്തിലുള്ളതായ അന്തരീക്ഷത്തിലേക്ക് കടന്നു. മറിച്ച് വഴക്കും കലഹവുമുള്ള ഒരു ഭവനമാണെങ്കിൽ അത് അവിടെയുള്ള കുട്ടികളെയും ബാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, നിങ്ങളുടെ കുട്ടികളുടെ അതിനിർണായകമായ ഘട്ടത്തിലൂടെയാണ് ഈ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന സമയത്ത് അവർ കടന്നുപോയി. അത് മനസ്സിലാക്കിക്കൊണ്ട് അവരെ നേരായ വഴിയിൽ കൂടെ തന്നെ നടത്തുക. നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണം. ഇവിടുത്തെ മാനേജ്മെന്റ് സ്റ്റാഫും എല്ലാം ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ കുട്ടികളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട് ഇവിടെ വന്നു കഴിഞ്ഞ് ഇവിടെ നിന്നും തിരിച്ചു പോകുന്നത് വരെ അവരുടെ ശ്രദ്ധയും പ്രവർത്തനങ്ങളും എല്ലാം വഴിതെറ്റാതിരിക്കുവാൻ വേണ്ടി വളരെ ശ്രദ്ധാപൂർവമാണ് ഇവിടുത്തെ സ്റ്റാഫ് പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ മീറ്റിംഗ്, അതുപോലെ തന്നെ NSS യൂണിറ്റ്, സ്കൗട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റ്, കരിയർ ഗൈഡൻസ്, സൗഹൃദം, ഇതിന്റെ എല്ലാത്തിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സപ്പോർട്ട്, ആവശ്യമായ പിന്തുണ നൽകുന്നുണ്ട് അല്ലെ? ഇതുവഴി എന്തൊക്കെ വളർച്ചയാണ് ഒരു കുട്ടിയിൽ വരേണ്ടത്? ശാരീരിക, ഫിസിക്കലി, ഇമോഷണലി, വൈകാരിക, ഇന്റലിജന്റ്, ബുദ്ധിപരമായ 3 കാര്യങ്ങളുള്ള വളർച്ചാ ഘട്ടങ്ങൾ അല്ലെങ്കിൽ വളർച്ചയാണ് ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നത്. ഈ വ്യക്തിയിൽ ഉണ്ടാകേണ്ട ഓരോ മക്കളിലും ഓരോ കുട്ടിയിലും ഉണ്ടാകേണ്ട ഇതിനെയാണ് ഓരോ രക്ഷകർത്താവ്, ഓരോ അച്ഛനും അമ്മയും വളർത്തിയെടുക്കുക. നമ്മുടെ പേഴ്സണാലിറ്റിയുടെ, വ്യക്തിത്വത്തിന്റെ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ കെട്ടിടത്തിലേക്ക് ബ്ലൂ പ്രിന്റ് നമുക്ക് അറിയാമേ എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ചിലർക്ക് വരുന്നു. സാബു എന്ന് പറഞ്ഞ വ്യക്തി ഇന്ന് ആയിരിക്കുന്നതിന്റെ അടിസ്ഥാന ശിലകളുണ്ടല്ലോ, സ്റ്റോൺസ്, അത് പാകിയത് 7 വയസ്സിലാണ്. നമ്മുടെ 7 വയസ്സിനുള്ളിൽ നമ്മുടെ തലച്ചോറിന്റെ 75% വളർച്ച പൂർത്തീകരിക്കും. അവിടെയാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം രൂപപ്പെട്ടു വരുന്നത്. ആലോചിക്കാം, ഏതെങ്കിലും വ്യക്തിക്ക്, ഏത് വ്യക്തി ആയിക്കോട്ടെ, അത് ഞാനായിരിക്കാം, എന്റെ ഭാര്യ ആയിരിക്കാം, എന്റെ മക്കളായിരിക്കാം, ഈ നാട്ടിൽ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട, ഏറ്റവും മിസ്ലീഡ് ചെയ്യുന്ന 2 വാക്കുകളാണിത്. ലവ് ആൻഡ് എന്താണ്? ലവ് ആൻഡ് ലൈക്ക്നെസ് അല്ലെ? ഇഷ്ടം, സ്നേഹം, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്. കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നേഹത്തിൽ അടിസ്ഥാനമായ ഒരു കുടുംബജീവിതം അല്ലെ നമ്മുടെ എല്ലാം. അങ്ങനെയെങ്കിൽ ആ സ്നേഹത്തെ കുറിച്ച് നമുക്ക് പറയാൻ, ആ പങ്കുവെക്കാൻ
നമുക്ക് മാതൃക കാണിക്കാൻ നമ്മുടെ മക്കളോട് സാധിക്കുന്നില്ലെങ്കിൽ ഈ കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് വളർത്താൻ ആഗ്രഹിക്കുക? നമ്മുടെ ചോദ്യങ്ങൾ ഉത്തരങ്ങളില്ല, മുഴുവൻ ചോദ്യങ്ങളായിരിക്കും. നിങ്ങൾ ചിന്തിച്ചു പോയപ്പോൾ നിങ്ങൾ ഈ ഒരു അക്കാഡമിക് കേരള പ്ലാൻ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചിന്തിക്കണം. എന്റെ മകൻ, എന്റെ മകൾ എങ്ങനെയാണ്? ഞാൻ സ്നേഹത്തെ കുറിച്ചും ഇഷ്ടത്തെ കുറിച്ചും പറയാൻ കാരണം അതൊന്ന് ബോധ്യപ്പെടേണ്ട കാര്യം. സ്നേഹം, ഇഷ്ടം എന്ന് പറയുന്ന ആദ്യം പറയും. ഇഷ്ടം, സ്നേഹത്തിൽ ഇഷ്ടമുണ്ട്, ഇഷ്ടത്തിൽ സ്നേഹമില്ല. പക്ഷെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇത് വളരെ റോങ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്ത, മിസ്ലീഡ് ചെയ്ത രണ്ട് ടേമാണ്. നമ്മുടെ യുവജനങ്ങളുടെ ഇടയിൽ, നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട ഇതാണ്. അതായത് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അല്ലെ? ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്ക് പ്രണയം തോന്നി, എനിക്ക് ഇഷ്ടം തോന്നി എന്നാണ് പറയുന്നത്. അതിന് പകരം ലവ് എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലവ് അങ്ങനെ സംഭവിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും വിവാഹത്തിലാണല്ലോ. ഇവിടെ എനിക്ക് ഒന്ന് രണ്ട് പേര് വെച്ച്, കുഞ്ഞുമക്കളെ വെച്ച്, ബാക്കി എല്ലാവരും വിവാഹിതരാണ്. നിങ്ങളുടെ വിവാഹ ദിനത്തിന്റെ ആദ്യ ദിനം ഒന്ന് ആലോചിച്ച്, നിങ്ങളുടെ ജീവിത പങ്കാളിയെ ഇന്ന് സ്നേഹിക്കുന്ന അത്രയും ആഴത്തിൽ അന്ന് സ്നേഹിച്ചിരുന്നോ? ഇല്ല. എന്തുകൊണ്ടാ? നമുക്ക് അത്രയും പരിചയമുള്ളായിരുന്നു അല്ലെ? സ്നേഹം സംഭവിക്കണേ എന്ത് വേണം? പരിചയം വേണം. സ്നേഹത്തിന്റെ ഒരു ഘടകം എന്ന് പറയുന്നത് പരിചയമാണ്. രണ്ടാമത്തെ ഘടകം എന്താണ്? സ്നേഹം വേണമെങ്കിൽ സാമീപ്യം വേണം. സാമീപ്യം ഇല്ലാത്തിടത്തോളം ഒരിക്കലും സ്നേഹം സംഭവിക്കില്ല. അപ്പൊ സ്നേഹം സംഭവിക്കണമെങ്കിൽ നമുക്ക് പരിചയം വേണം, വ്യക്തിയെ അറിയണം അല്ലെ? പിന്നെയുള്ളത് സാമീപ്യം വേണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, സ്നേഹം സംഭവിക്കണമെങ്കിൽ, എന്റെ സ്നേഹം വേറൊരു വ്യക്തി കിട്ടണമെങ്കിൽ ആ വ്യക്തിയെ സ്വീകരിക്കാൻ റെഡിയാവും. ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിലേ സ്നേഹം സംഭവിക്കും. ഇഷ്ടത്തിന് ഇതൊന്നും മാറ്റല്ല. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് വളരെ കാര്യമായിട്ട് പറയാം, എനിക്ക് വളരെ ആദരിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ഈ ഗാന്ധിജി ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞാനില്ലായിരുന്നു, നമ്പർ 1. 2, ഗാന്ധിജി എനിക്ക് പരിചയമില്ല, ഗാന്ധിജിക്ക് എന്നെ പരിചയമില്ല, ഗാന്ധിജി ജീവിച്ചിട്ടില്ല. ശരിയല്ലേ? ഞാൻ ഉപയോഗിക്കുന്ന മൊബൈൽ എനിക്ക് ഇഷ്ടമാണ്. മൊബൈലിന് ജീവനുണ്ടോ? ഇല്ല. അപ്പൊ സ്നേഹം സംഭവിക്കുന്ന എന്ത് വേണം? ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഓർഗാനിസത്തിന് ജീവൻ ഉണ്ടാവണം അല്ലെ? നമ്മൾക്ക് പരിചയം ഉണ്ടാവണം. ആ പരിചയം എന്ത് വേണം? അത് സാമീപ്യം നൽകണം. ഇത് മാത്രമേ ഉള്ളൂ. ഇനി എന്താണ് ഇവിടെ ഇത് പറയാൻ? ഇവിടെ ഇതിന്റെ പ്രാധാന്യം എന്താണ്? നമ്മുടെ മക്കളുടെ അടുത്ത് എന്തുമാത്രം സാമീപ്യം നമ്മൾ കൊടുക്കുന്നുണ്ട്? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: നമ്മുടെ മക്കളുടെ അടുത്ത് നമ്മൾ എത്ര പ്രാവശ്യം എന്തുമാത്രം സാമീപ്യം നൽകുന്നുണ്ട്? അവരെ കേൾക്കാൻ സമയമുണ്ട് അല്ലെ? അവർക്ക് ആശയങ്ങൾ പങ്കുവെക്കാൻ നമ്മൾ സമയം കൊടുക്കുന്നുണ്ടോ? ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നുണ്ടോ? അവന്റെ ആശയങ്ങൾ, അവന്റെ വിഷമങ്ങൾ, അവളുടെ വിഷമങ്ങൾ, അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ ഇഷ്ടക്കേടുകൾ. എന്റെ ലളിതമായ ചോദ്യം: സ്നേഹം അറിയാൻ മേലാത്ത ഒരാളെ എങ്ങനെ സ്നേഹം പങ്കുവെക്കും? നിങ്ങൾ എന്ത് ചെയ്യുന്നോ അതിന്റെ പരിണത ഫലമാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രതിഫലനമാണ് നിങ്ങളുടെ മക്കളിൽ കാണുന്നത്. നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന പെരുമാറ്റത്തിന് അനുസൃതമായ പെരുമാറ്റം മാത്രം മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കാവൂ. നിങ്ങൾ എത്ര പേര് മക്കളെ കെട്ടിപ്പിടിക്കും? എന്തിനാ കെട്ടിപ്പിടിക്കും? ചുമ്മാ എനിക്ക് വാടാ എന്താ കാര്യം? എന്തിനാ പെട്ടെന്ന് സാധിക്കും? ഓക്കെ, നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾ എത്ര പേര് കെട്ടിപ്പിടിക്കും? ഇപ്പോ അതിന് സംഭവം കുളിക്കും സാർ. അത് നടക്കുന്ന കാര്യമില്ല. എന്റെ മകനെ ഞാൻ കെട്ടിപ്പിടിക്കാം, പക്ഷെ മറ്റും നടക്കില്ല. അതായത് എനിക്കറിയില്ല. നമ്മുടെ വിവാഹ ജീവിതം ഒക്കെ തുടങ്ങുന്ന ആദ്യത്തെ വർഷം ഒന്നിച്ച് യാത്ര ചെയ്തവരെ കമ്പിട്ട് ന്യൂലി കപ്പിൾസ് അവരെങ്ങനെയാ ഇരിക്കുന്നത്? അവരെങ്ങനെ യാത്ര ചെയ്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എങ്ങനെയാണ്? ഇത് ചേർത്ത് ബസ്സിലൊക്കെ ആണെങ്കിൽ തോളിങ്ങനെ ചേർത്ത് അല്ലെ? നമ്മൾ ഒരു കുട്ടിയായി, 2 കുട്ടിയായി, 3, 4 വർഷം കഴിയുമ്പോൾ ഈ തോളിൽ ഈ സാധനം നമ്മുടെ കഴുത്ത് നേരെ നിൽക്കും അല്ലെ? എന്നാലും ഈ അപ്പനെന്നായി അമ്മയുടെ മടിയിലായിരിക്കുമല്ലോ പൊതുവെ കുട്ടികൾ അല്ലെ? ഒരു ബസ്സിലൊക്കെ യാത്ര ചെയ്യാൻ വിചാരിക്കാം. അപ്പൻ എന്നായി? അപ്പൻ പുറത്തുകൊണ്ട്
വളരെ മനോഹരമായ ഈശ്വരൻ തന്ന പ്രകൃതിയൊക്കെ കൊണ്ടുവന്നു. പാവ അമ്മ ഇതാണ് ഇവർ തമ്മിലുള്ള സംസാരവും ഇതിന്റെ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാ കുടുംബങ്ങളിലല്ല, പക്ഷെ ഞാൻ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്, കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആളാണ്, ഞാനിത് ധാരാളം നിരീക്ഷിക്കുന്ന ആളാണ്. റിയാലിറ്റി ഇതൊരു പച്ചയായാണ്. പക്ഷെ അല്ലാത്ത ആളുകളെ കണ്ടിട്ടുണ്ട്. എന്റെ നാട്ടിലെ ഇപ്പോഴും അവര് ജീവിച്ചിട്ടുണ്ട്. അവർക്കൊരു 70 വയസ്സ് പ്രായമുണ്ടെന്നാണ് എന്റെ ധാരണ. അവര് രണ്ടുപേരും ആ കുമാരനില, ഞാൻ കുമാരനിലക്കാരനാണ് ഞാൻ പറഞ്ഞില്ല കുമാരനിലക്കാരൻ. എന്റെ നാട്ടില് അവിടെ അവര് വൈകുന്നേരം ഈവനിങ് വോക്കിന് അല്ലെങ്കിൽ കടകളിലൊക്കെ പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അവര് പോകുമ്പോ അവരുടെ ലോകത്ത് അവര് മാത്രമേ ഉള്ളൂ. എന്തൊരു സ്നേഹമാണ്, സച്ച് എ ബോണ്ടിങ്. നമ്മളെ കാണുമ്പോൾ നമുക്ക് റെസ്പെക്ട്, അത്രയും ലവ്ലി കപ്പിൾസ്. അതേ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു വശത്തേക്ക് നോക്കുന്ന ആളുകളും. ഇത് ഏത് ആവണമെന്ന് നമ്മൾ കുട്ടി നമ്മളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കോൺഫ്ലിക്ട്, ഒരു തർക്കം, ഒരു വ്യത്യസ്തമായ ഒരു അഭിപ്രായം വന്നാൽ അത് സമചിത്തയോടുകൂടി ആ കുട്ടിക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, അഹിതമല്ലാത്ത രീതിയിൽ പരിഹരിക്കാനുള്ള കഴിവ് ആർജിച്ചെടുക്കുക എന്നുള്ള ഓരോ രക്ഷകർത്താവിനെയും ചുമതല. എങ്കിൽ മാത്രമേ നമ്മൾ സ്വപ്നം കാണുന്ന രീതിയിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ കുട്ടിയെ നമ്മൾ വളർത്തിയെടുക്കാൻ കഴിയും. നമ്മൾ ഓരോ പ്രാവശ്യം കുട്ടിയുമായി തർക്കിക്കുമ്പോൾ കുട്ടി നമ്മളുമായിട്ട് അകന്നു പോകുന്ന ദയവായി മനസ്സിലാക്കുക. നമ്മുടെ ജീവിത പങ്കാളിയെ ചേർത്തണയ്ക്കാൻ, നമുക്ക് സ്നേഹിക്കാൻ, പങ്കുവെക്കാൻ ഈ ഒരു സംസ്കാരമാണ് നമ്മുടെ നാട്ടിൽ കുറവ് വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അത് കുറച്ചുകൂടെ ശക്തീകരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അച്ഛനും അമ്മയും, ഇവിടെ പപ്പായും അമ്മയും മക്കളെല്ലാം ചേർന്നിരുന്ന പ്രശ്നങ്ങളും വിജയങ്ങളും ഒരുപോലെ കൈകോർത്ത് സ്നേഹത്തോടെ കരുതി വിജയിക്കാൻ പറ്റുന്ന കുടുംബങ്ങളാകട്ടെ. ഈ വർഷം സെന്റ് മേരീസ് സ്കൂളില് ഈ +1 +2 വിദ്യാർത്ഥികൾക്ക് വളരെ വിജയകരമായ ഒരു വർഷമാകട്ടെ. അതില് മാതാപിതാക്കളുടെയും ടീച്ചേഴ്സിന്റെയും പങ്ക് വിജയിക്കട്ടെ. അത് നിങ്ങളുടെ നേതൃത്വം വഹിക്കുന്ന വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എനിക്ക് ഒരു അവസരം നന്ദി പറയുന്നു. അതിനുവേണ്ടി അനുവാദമുള്ള ടീച്ചേഴ്സിനും നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ സാർ നമുക്ക് വളരെയധികം ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ തുടർന്ന് സാറിന്റെ സേവനങ്ങൾ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കിട്ടും. അതിന് ഞാൻ സാറ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ സാറുമായിട്ട് സംസാരിക്കാം. സാർ അതിന്റെ ഒരു പരിഹാരം കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സാറിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിക്കും.